ഇന്ന് നടന്ന ലാബ് അറ്റൻഡർ മെയിൻസ് പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മലയാളം ചോദ്യങ്ങൾ പൊതുവെ ലളിതമായിരുന്നു എന്ന് തന്നെ പറയാം. സ്ഥിരമായി ആവർത്തിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നത്. എന്നിരുന്നാലും ഒന്ന് രണ്ടെണ്ണം കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലുണ്ടായിരുന്നു. ആകെ 10 ചോദ്യങ്ങളാണ് മലയാളം ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം 91. ഒറ്റപ്പദം എഴുതുക. ഉചിതമായ സ്ഥിതി. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, ഔചിത്യം. ഉത്തരം ഓപ്ഷൻ എ, ഔചിത്യമാണ്. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഋതം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അനൃതം. ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഋതം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് അനൃതം. അടുത്തത് 4-5 എന്ന പദം ശരിയായി വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4ഓ 5ഓ. ഉത്തരം ഓപ്ഷൻ ബി, 4ഓ 5ഓ. അടുത്ത ചോദ്യം 94. ചേർത്തെഴുതുക. കൽ പ്ലസ് മതം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കന്മതം. ഉത്തരം ഓപ്ഷൻ ഡി, കന്മതം. അടുത്ത ചോദ്യം 95. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഉത്തരം ഓപ്ഷൻ ബി, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അധ്യാപികമാർ. തന്നിട്ടുള്ളതിൽ അധ്യാപികമാർ എന്നുള്ളതാണ് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായി വരുന്നത്. അടുത്ത ചോദ്യം 97. കച്ച കെട്ടുക എന്ന പ്രയോഗത്തിൻ്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സന്നദ്ധനാവുക. ഓപ്ഷൻ ബി, സന്നദ്ധനാവുക എന്നതാണ് കച്ച കെട്ടുക എന്ന പ്രയോഗത്തിൻ്റെ ശരിയായിട്ടുള്ള ആശയം വരുന്ന പ്രയോഗം. അടുത്തത് അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അല പ്ലസ് ആഴിയാണ്. അല പ്ലസ് ആഴിയാണ് അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ കിട്ടുക. അടുത്ത ചോദ്യം 99. തലമുടി എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തുഹിനം. തുഹിനം. ഇവിടെ കുന്തളം, ചായൽ, കുഴൽ ഇത് മൂന്നും തലമുടിയുടെ പര്യായ പദങ്ങളാണ്. വരാത്തത് തുഹിനമാണ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ശരിയായ പദങ്ങൾ ഏവ? ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. 1ഉം 3ഉമാണ് ശരി. അതായത് ഉത്തരവാദിത്വം, കൃതജ്ഞത ഇത് രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യപേപ്പറിലെ മലയാളം ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.